ഫ്രണ്ട്സ്, ഒരുപാട് നാൾക്ക് ശേഷം നമ്മളുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മളൊരു യാത്രയിലാണ്. ഇന്ന് നമ്മൾ പാലക്കാട് ജില്ലയിലെ കുറച്ച് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പോകാൻ പോകുന്നത് ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, നമ്മുടെ പോകുന്ന വഴി കാട് പോലെ കിടക്കുന്നതാണ്. ഒരിക്കലും നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പോകാൻ പാടില്ല. കാരണം ഗൂഗിൾ മാപ്പ് നോക്കി പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ ഏതോ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ഞങ്ങൾ ഇതുപോലെ ഗൂഗിൾ മാപ്പ് നോക്കി പോയിട്ട് വേറൊരു വീടിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്നതാണ്. അവരാണ് പിന്നെ നമുക്ക് ഈ വഴി പറഞ്ഞു തന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മുതലമട റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ളൊരു സ്റ്റേഷനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കുറേ സിനിമകൾ നിങ്ങളുടെ ഓർമ്മയിൽ കൂടെ പോകുന്നുണ്ടാവും ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ. വെട്ടൻ സിനിമയിൽ ദിലീപ് ഓടുന്നതും ട്രെയിനിൽ നിർത്തി ചാടി ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. സിനിമ മാത്രമല്ല, മേഘം സിനിമയുടെ ക്ലൈമാക്സിൽ മമ്മൂട്ടി എല്ലാവരോടും യാത്ര പറഞ്ഞ് ട്രെയിനിൽ കയറി പോകുന്നൊരു സീനുണ്ട്. ആ സീനൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഹൃദയം സിനിമയിലെ ചില ഭാഗങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് കയറുമ്പോൾ അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസൊക്കെ നമുക്ക് തരും. അതുമാത്രമല്ല, നമ്മളൊരു ടിക്കറ്റ് എടുക്കണം. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് ഇവിടേക്ക് കയറാൻ പറ്റുള്ളൂ. അതിന് 10 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അവർ തന്ന ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ, ട്രാക്കിൽ കൂടി നമ്മൾ നടക്കാൻ പാടില്ല, നടന്നിട്ട് ക്രോസ് ചെയ്യാൻ പാടില്ല, ഓവർ ബ്രിഡ്ജ് വഴി മാത്രമേ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. അതുമാത്രമല്ല, ആ കാണുന്ന ആലിൻ്റെ വള്ളിയിലൊന്നും തൂങ്ങാനോ പിന്നെ വലിച്ച് പിടിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. ജസ്റ്റ് ഫോട്ടോസ് എടുക്കുക, കാണാം, എക്സ്പ്ലോർ ചെയ്യുക. റെയിൽവേ സ്റ്റേഷൻ്റെ ചുറ്റും കാട് പോലെയാണ് നിൽക്കുന്നത്. അതിൻ്റെ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളൊരു വ്യൂ കിട്ടുന്നുണ്ട്. മല, മറ്റേ കൊല്ലംകോടിൻ്റെ മല, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ പാലക്കാട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രകൃതിയുമായി അടുത്ത് നിൽക്കുന്നൊരു ഗ്രാമപ്രദേശമാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോരാണ്. ആ സ്റ്റേഷനൊക്കെ കണ്ട് തിരിച്ചു പോരാണ്. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് കാളവണ്ടികളൊക്കെ കണ്ടായിരുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ലൊക്കേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വരുന്ന സിനിമകളൊക്കെ പേരൊക്കെ കമൻറ്റ് ചെയ്യുക.